الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ അടിയാത്തികളെ അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ലക്ഷോപലക്ഷം വിശ്വാസികൾ അറഫയുടെ മൈതാനിയിൽ ഭക്തിസാന്ദ്രരായി ഒരുമിച്ച് കൂടുന്ന ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കക്ഷത്തിൻ്റെ വെളുപ്പ് വെളിവാകുമാറ് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി കണ്ണുകൾ നിറച്ച് കണ്ടമിടറി തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുഴുവൻ അള്ളാഹുവിനോട് പറഞ്ഞ ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വന്ന ഹാജിമാർ തങ്ങളുടെ കൈകളിലെ കക്ഷത്തിലെ വെളുപ്പ് വെളിവാകുമാർ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങളും വിവിധങ്ങളായ ആഗ്രഹങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദിവസം. തൻ്റെ അടിമകളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിനു വേണ്ടി അവരുടെ പശ്ചാത്താപത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി അങ്ങേയറ്റം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളിലേക്ക് നോക്കുന്ന ഒരു ദിവസം. നിരാശയാൽ തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ആദമിന്റെ മക്കളുടെ ആ ജന്മശത്രുവായ പിശാച്
കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസം, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് ചെയ്തു പോയ പാപങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞ് ഉമ്മ പെറ്റ മക്കളെ പോലെ പരിശുദ്ധരായി മശ്അറുൽ ഹറാമിലേക്ക് യാത്ര തിരിക്കുന്ന വല്ലാത്തൊരു ദിവസം, അതാണ് ഇന്നത്തെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹാജിമാരുടെ, ഭാഗ്യവാന്മാരായ അള്ളാഹുവിന്റെ അതിഥികളുടെ പ്രാർത്ഥനകൾ ആകാശത്തേക്ക് ഉയരുമ്പോൾ പാവങ്ങളായ ഇപ്രാവശ്യം ഹജ്ജിനെത്താൻ ഭാഗ്യമില്ലാത്ത നമ്മുടെ പ്രാർത്ഥന കൂടി ആ കൂട്ടത്തിൽ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആശകളും കൂടി അള്ളാഹു ആ കൂട്ടത്തിൽ നിവൃത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അറഫയുടെ ദിവസം എന്ന് പറയുന്നത് കേവലം നമ്മൾ ഈ കാണുന്ന കർമ്മങ്ങളുടെ ദിവസം മാത്രമല്ല. ലോകത്തിന്റെ പ്രവാചകൻ തൻ്റെ 2.5 ദശകത്തിന്റെ വിശ്രമമില്ലാത്ത പ്രബോധന ജീവിതത്തിൽ നിന്ന് മെല്ലെ വിടവാങ്ങുന്ന, എന്നേക്കുമായുള്ള തൻ്റെ വിശ്രമത്തിലേക്ക് താൻ പോകുകയാണ് എന്ന ആദ്യത്തെ സൂചന തൻ്റെ ഉമ്മത്തിന് നൽകിയ വല്ലാത്തൊരു ദിവസവും കൂടിയാണ് ഹിജറ 10-ാം വർഷം നടന്ന ഈ ദുൽഹജ്ജ് 9 നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം. അന്ന് പ്രവാചകന്റെ മുന്നിൽ കൂടിയിരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ മക്കയിലെ ബൈത്തുൽ അർക്കമിന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി ഒരു ചെറിയ പ്രകാശത്തിന്റെ സ്ഫുരണമായി തുടങ്ങി അത് ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് മക്കയെയും മദീനയെയും ഹിജാസിനെയും മുഴുവൻ, അവിടെയുള്ള മനുഷ്യ ഹൃദയങ്ങളെ മുഴുവനും കീഴ്പ്പെടുത്തി ഹിജറ 10-ാമത്തെ വർഷം തന്റെ 1-ാമത്തേതും അവസാനത്തേതുമായ ഹജ്ജ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിവസത്തിന്റെ പ്രസംഗപീഠത്തിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ തന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരോക്ഷമായ യാത്രാമൊഴി മുഴക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖുദൂ അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഞാൻ ഇനി ഒരു ഹജ്ജ് ചെയ്യുമോ എന്നറിയില്ല. നിങ്ങളുടെ കൂടെ അടുത്ത പ്രാവശ്യം ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് വിശ്വാസികളെ, സസൂക്ഷ്മം ശ്രദ്ധയോടുകൂടി എൻ്റെ ഈ ഒരൊറ്റ ഹജ്ജിൽ നിന്ന് നിങ്ങളുടെ മനാസിക്കുകൾ പഠിക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭം. അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ, പല സ്വഹാബികളും കരഞ്ഞിട്ടുണ്ട്. കാരണം അവർ തിരിച്ചറിഞ്ഞു, പൂർത്തീകരണത്തിന് ശേഷം ഇനി ക്ഷയമാണ് സംഭവിക്കുക. അള്ളാന്റെ റസൂലിന്റെ ദൗത്യം വളരെ സുന്ദരമായ രീതിയിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഞാനിതാ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നാം ഇതാ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ചെയ്തിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധ ഇസ്ലാമിനെ മതമായി കൊണ്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തതോടെ അവിടെ ഉണ്ടായിരുന്ന പല സ്വഹാബികൾക്കും ഉറപ്പായിരുന്നു, ഇനി പ്രവാചകൻ വിടവാങ്ങാൻ അധിക കാലമില്ല എന്നത്. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലൊരു വൈകാരികമായ രംഗത്തിന് കൂടി സാക്ഷ്യം വഹിച്ച ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രഭാഷണം ഉണ്ടല്ലോ, പ്രസംഗം, സുബ്ഹാനല്ലാഹ്, ലോകത്ത് തുല്യതയില്ലാത്തതാണ്. ലോകത്ത് അതിന് പകരം വെക്കാൻ മറ്റൊന്നില്ലാത്ത വിധം അത്രമാത്രം പ്രസക്തമായ
ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല ഭരണാധികാരികൾക്കും സകല ഭരണ പരിഷ്കർത്താക്കൾക്കും സകല മനുഷ്യർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കടമെടുക്കാൻ സാധിക്കുന്നതാണ്. ലോകം കണ്ട ഒന്നാമത്തെ മാഗ്ന കാർട്ടയായി, ലോകം കണ്ട ഒന്നാമത്തെ ഹ്യൂമൻ റൈറ്റ് പ്രൊക്ലമേഷനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസംഗത്തെ നമുക്ക് കാണാൻ കഴിയും. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഓരോ വാക്കുകളും പ്രിയപ്പെട്ടവരെ, അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത്? അത് പുതിയതായിട്ടൊരു കാര്യം പറഞ്ഞതല്ല, മറിച്ച് 23 വർഷക്കാലം തന്റെ പ്രബോധന ജീവിതം കൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന 1,00,000-ൽ പരം വരുന്ന അനുയായികളെ ആദർശത്തിന്റെ നെരുപ്പോട് ഇട്ടുകൊണ്ട് ഏത് രീതിയിലാണോ പ്രവാചകൻ മെരുക്കിയെടുത്തത്, അത് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ കശഹരിക്കും ഹാദാ കബലദിക്കും ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യന്റെ വിലയെക്കുറിച്ചും മനുഷ്യത്വത്തിന്റെ പവിത്രതയെക്കുറിച്ചുമുള്ള പ്രഖ്യാപനമാണ്. അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാഅക്കും നിശ്ചയം നിങ്ങളുടെ രക്തം, വഅംവാലക്കും നിങ്ങളുടെ ധനം, വഅഅറാദക്കും നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങളുടെ അന്തസ്, ഹറാമുൻ അലൈക്കും പരിശുദ്ധമാണ് നിങ്ങൾക്ക്. ഏതുവരെ? ഇലാ അൻ തൽഖൗ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണുന്നത് പോലെ. ഏതുപോലെ പരിശുദ്ധമാണ്? കഹുർമതി യൗമിക്കും ഹാദാ ഈ ദിവസത്തിന്റെ പരിശുദ്ധി പോലെ, കശഹരിക്കും ഹാദാ ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ, കബലദിക്കും ഹാദാ ഈ പവിത്രമായ നാടിന്റെ പരിശുദ്ധി പോലെ. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഓരോ മനുഷ്യന്റെയും രക്തവും അഭിമാനവും ധനവും പരിശുദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകന്റെ ഈ പ്രഖ്യാപനത്തിന്റെ വിലയും അതിന്റെ യഥാർത്ഥമായ ആന്തരിക അർത്ഥവും മനസ്സിലാക്കണമെങ്കിൽ ആ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ കടന്നു വന്ന നീചമായ നരനായാട്ടുകളുടെയും നരഹത്യകളുടെയും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളുടെയും എല്ലാം സംഘടനകളുടെയും എല്ലാം ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. 19-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച 1-ാം ലോക യുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും മരിച്ചു വീണ 4 കോടിയോളം 5 കോടിയോളം വരുന്ന പച്ച മനുഷ്യർ, 5 കോടിയോളം വരുന്ന, ആലോചിച്ചൊക്കെ നിങ്ങൾ, 5 കോടിയോളം വരുന്ന മനുഷ്യരാണ് മരിച്ചത്. ഈ മരിച്ചവരെല്ലാം ആരുടെയെങ്കിലും മാതാവാൻ, ആരുടെയെങ്കിലും പിതാവാൻ, ആരുടെയെങ്കിലും ആങ്ങളയാൻ, ആരുടെയെങ്കിലും പെങ്ങളാൻ, ആരുടെയൊക്കെയോ മക്കളാൻ. ഈ പാവപ്പെട്ട മനുഷ്യരാണ് മരിച്ചു വീണത്. ആ യുദ്ധകാലഘട്ടത്തിൽ ജപ്പാനിന്റെ പടയാളികൾ കംഫർട്ട് വുമൻ എന്ന പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും 2 ലക്ഷത്തോളം സ്ത്രീകളെ തടവറകളിലാക്കി. കൺഫസ് സ്റ്റേഷനുകളിൽ പേപ്പട്ടികളുടെ വില പോലും ഇല്ലാതെ, ഈയാമ്പാറ്റകളുടെ വില പോലും ഇല്ലാതെ പട്ടാളക്കാരുടെ ക്രൂരമായ ബലാത്സംഗങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി അവസാനം ക്രൂരമായി കൊലപ്പെടുത്തപ്പെട്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു കാരണവുമില്ലാതെ തൂക്കിക്കൊല്ലപ്പെട്ട മനുഷ്യ ജീവനുകളെ കുറിച്ച് അറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ മനുഷ്യന്റെ വിലയെക്കുറിച്ചുള്ള വാക്കുകളുടെ യഥാർത്ഥമായ അർത്ഥം എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുക. ആ യുദ്ധത്തിൽ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് 2 ലക്ഷത്തിൽ പരം മനുഷ്യരെയാണ് കൊന്നുകളഞ്ഞത്. 2000-ഓളം കുട്ടികളാണ് അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. ദൃക്സാക്ഷികൾ പറയുന്നു, ഈ കുട്ടികളിൽ പല ആളുകളും പിന്നീട് മരിച്ചത് വായിൽ കല്ലുകളുമായിട്ടാണ്. കാരണം മുല കൊടുക്കാൻ ഉമ്മയില്ല, സംരക്ഷിക്കാൻ ഉപ്പയില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. എരന്നെരന്നെരന്ന് തളർന്ന് ഭക്ഷണം കിട്ടാതെ അവസാനം ആ പിഞ്ചു പൈതങ്ങളും മണ്ണുവാരി തിന്ന് ആ മണ്ണിന്റെ കല്ലുകൾ വായയിലും തൊണ്ടയിലും കുടുങ്ങി പിടഞ്ഞു മരിക്കുന്ന ബാല്യങ്ങളെ കുറിച്ച് ഈ ലോകത്തിന് പറയാനുണ്ടായിരുന്നു കഥ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ മനുഷ്യന്റെ വില എത്രയാണ്, മനുഷ്യത്വത്തിന്റെ, അവന്റെ രക്തത്തിന്റെയും അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും വില എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ജൂതനായി എന്ന ഒരൊറ്റ കാരണത്താൽ, വികലാംഗനായി എന്ന ഒരൊറ്റ കാരണത്താൽ, മാനസിക വൈകല്യമുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ
ക്രൂരമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ, ഗ്യാസ് ചാമ്പറുകളിൽ ശ്വാസം മുട്ടിച്ചും പേപ്പട്ടികളെ കൊണ്ട് കടിപ്പിച്ചും ക്രൂരമായി മർദ്ദിച്ചും മുൾവേലികളിലേക്ക് വലിച്ചെറിഞ്ഞും ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുത്ത ആ ചരിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നടന്ന, ഈ കാലഘട്ടത്തിൽ നടന്ന അധികം വിപൂരമല്ലാത്ത, തുല്യതയില്ലാത്ത നരനായാട്ടുകളുടെ, നരഹത്യകളുടെ കഥ കേൾക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ, അവിടുന്ന് പ്രഖ്യാപിച്ച ആ മനുഷ്യത്വത്തിന്റെ വിലയുടെ, ആ വാക്കുകളുടെ ആഴമെത്രയാണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നും തീർന്നിട്ടില്ലല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾ, ലോകത്തിന്റെ പല നാടുകളിൽ നിന്നും നാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന റെഫ്യൂജീസ്, ഈയാമ്പാറ്റകളുടെ വില പോലും ഇല്ലാതെ മരിച്ചു വീഴുന്ന ഇത്തരത്തിലുള്ള മനുഷ്യർ. ഈ അടുത്ത് ടെക്സാസിൽ 50ഓളം ആളുകളാണ്, മനുഷ്യരാണ് ട്രക്കിന്റെ ഉള്ളിൽ ശ്വാസം മുട്ടി മരിച്ചത്. ഞാൻ മിമ്പറിൽ കയറിയിട്ട് രാഷ്ട്രീയം പറയല്ല, സമകാലികത പറയല്ല. ഒരു നാട്ടിൽ നിന്ന് എപ്പോഴാണ് ഒരു മനുഷ്യന്മാർ പുറത്തേക്ക് വരിക? തിന്നാൻ കിട്ടാതിരിക്കുമ്പോ, കുടിക്കാൻ കിട്ടാതിരിക്കുമ്പോ, സുരക്ഷിതമായി അവരുടെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ റോഹിംഗ്യ മുസ്ലിംസ് ഒക്കെ പല നാടുകളുടെയും അതിർത്തികളിൽ പട്ടിണി കിടന്നും വെള്ളം കിട്ടാതെയും പനിച്ചും പുഴുക്കളെ പോലെ ചത്തൊടുങ്ങുന്ന ഈ കാലഘട്ടം, മനുഷ്യത്വത്തിന്റെ വലിയ അപ്പോസ്തലന്മാരായി ലോകത്തിലെ രാഷ്ട്രങ്ങൾ ഞെരിവിരി കൊള്ളുന്ന കാലഘട്ടം. ഇവർക്കൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല. വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും പണിഞ്ഞ് തങ്ങളുടെ സൈന്യത്തിന്റെ ശക്തി കൂട്ടുന്നതിന് വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് തങ്ങളുടെ ആയുധങ്ങൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടി തങ്ങളുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കുമ്പോഴും വിശന്നു വരുന്ന മനുഷ്യന്റെ വയറിന്റെ പശി കാണാൻ കഴിയാത്ത, ദാഹിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സന്മനസ്സില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലോകത്തിലൊരു മാതൃകയുണ്ട്. എവിടെയാണെന്നറിയോ? 1400 കൊല്ലങ്ങൾക്കപ്പുറം എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ദരിദ്രനാരായണന്മാരായി മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ, ആ മുഹാജിറുകളെ കയ്യിലൊന്നുമില്ലാതിരുന്നിട്ടും തങ്ങളുടെ ചെറ്റക്കുടലുകൾ പകുത്തു നൽകിയ, തങ്ങൾക്കുള്ളതെല്ലാം പകുത്തു നൽകിയ, ഭക്ഷണം പകുത്തു നൽകിയ, പാർപ്പിടം പകുത്തു നൽകിയ, സമ്പത്ത് പകുത്തു നൽകിയ, കുടുംബം പകുത്തു നൽകിയ മനുഷ്യ സ്നേഹത്തിന്റെ, മനുഷ്യത്വത്തിന്റെ വലിയ ഉദാഹരണം 6-ാം നൂറ്റാണ്ടിലെ മദീനയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, തന്റെ പ്രബോധന ജീവിതം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത ഒരു ഉമ്മത്തിന്റെ, ഒരു സമുദായത്തിന്റെ ഐക്യമാണത്, ഒരു സമുദായത്തിന്റെ സന്മനസ്സാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയം അത് ആദ്യത്തെ ഒരു അധ്യാപനമായിരുന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതം കൊണ്ട് ആ അനുയായികളെ ആ ഞെരിപ്പോടിലിട്ട് ആ രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് പ്രവാചകന്റെ പ്രഖ്യാപനം എന്താണ്? അടിമകളെ കുറിച്ച്, വേലക്കാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ ഓർമ്മിപ്പിക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇഖ്വാനുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും, നിങ്ങളുടെ അടിമകൾ ആരാണ്? നിങ്ങളുടെ സഹോദരന്മാരാണ്. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും, അവരെ അല്ലാഹു നിങ്ങളുടെ കീഴിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ അവരെ കൊണ്ടും കഴിപ്പിക്കുക. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ അവരെ കൊണ്ടും ധരിപ്പിക്കുക. അവർക്ക് കഴിയാത്ത ജോലികൾ നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇനി നിങ്ങൾ അത്തരത്തിലുള്ള ജോലികൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളും കൂടി അവരുടെ കൂടെ ഇറങ്ങി ജോലി ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ കറുത്ത വർഗ്ഗക്കാരനായ അടിമയെ ചാട്ടവാട് കൊണ്ട് അടിക്കുകയായിരുന്നു ചില കാര്യങ്ങൾ കൊണ്ട്. പെട്ടെന്ന് എൻ്റെ പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വന്ന് നിൽക്കാണ്. എന്നിട്ട് റസൂൽ എന്നോട് പറയാണ്, അബൂ മസ്ഊദ്, താങ്കൾക്ക് അയാളിലുള്ള അധികാരത്തെക്കാൾ
അങ്ങയിൽ അള്ളാഹുവിന് അധികാരമുണ്ട് എന്ന് താങ്കൾ ഓർക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളായ അടിമകളെ അടിച്ചാൽ അതിന്റെ പ്രായശ്ചിത്തമായി പ്രവാചകൻ പറഞ്ഞത് അവരെ സ്വതന്ത്രരാക്കണമെന്നാണ്. ഒരാളോട് തന്റെ ഒരു അടിമയെ കൊന്നു കഴിഞ്ഞാൽ ശിക്ഷ എന്താണ്? അയാളും കൊല്ലപ്പെടുക എന്നതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയേണ്ട ആവശ്യം? ഇപ്പൊ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം പറഞ്ഞ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, അതിന്റെ വ്യാപ്തിയും അർത്ഥവും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ലോകത്ത് നിലനിന്നിരുന്ന അടിമത്വം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്, എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ ഫ്രഞ്ച് കോളനികളിലും റഷ്യൻ കോളനികളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഒക്കെ അടിമകൾ ഉണ്ടായിരുന്നു. ഈ അടിമകൾ എങ്ങനെയാണ് അവിടെ എത്തിയത് കൂടെ നമ്മൾ അറിയണം. എങ്ങനെയാ അടിമകൾ എത്തിയത്? 100-200 കപ്പലുകൾ ആഫ്രിക്കൻ ദ്വീപുകളിലേക്ക് പുറപ്പെടും. എന്നിട്ട് ആഫ്രിക്കൻ ദ്വീപുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലുള്ള പട്ടാളക്കാർ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ആ നാടിലുള്ള പട്ടണങ്ങൾക്ക് മുഴുവൻ തീ കൊടുക്കും, വീടുകൾക്ക് മുഴുവനും തീ കൊടുക്കും. വിരളി പിടിച്ച് വെപ്രാളപ്പെട്ട് ഓടുന്ന മനുഷ്യരെ ഓടിച്ചിട്ട് പിടിക്കും. എന്നിട്ട് അവരുടെ കാലുകൾ ബന്ധിക്കും. എന്നിട്ട് അവരെ വലിച്ചേച്ച് കപ്പലുകളിലേക്ക് കൊണ്ടുവരും. ഓരോ കപ്പലുകളിലും 100 ആയിരക്കണക്കിന് നീഗ്രോകൾ നിറച്ചുകൊണ്ട് ആ കപ്പലുകൾ പുറപ്പെടും. ആ കപ്പലുകൾ പുറപ്പെടുമ്പോ ഈ ദ്വീപുകളുടെ തീരത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ പിതാക്കളെ, തങ്ങളുടെ മാതാക്കളെ, തങ്ങളുടെ സഹോദരന്മാരെ ബന്ധിച്ചടിമകളാക്കി കൊണ്ടുപോകുന്ന ദയനീയമായ ദാരുണമായ കാഴ്ചകൾ കണ്ട് ആഫ്രിക്കയിലെ നിഗോ വംശക്കാരായ പാവപ്പെട്ടവർ കരയും. എതിർക്കാനാവാതെ, ചെറുക്കാനാവാതെ, ഇനി ഒരിക്കലും കാണാത്ത തന്റെ പിതാവിനോട് അവസാനത്തെ യാത്രാമൊഴി കരഞ്ഞുകൊണ്ട് പറയുന്ന മക്കൾ ആഫ്രിക്കൻ ദ്വീപുകളിൽ സ്ഥിരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ഇത്തരത്തിലുള്ള അടിമകളെ കൊണ്ടുവരപ്പെട്ടു എന്നതാണ്. എന്നിട്ട് അവർക്ക് അവിടെയുള്ള അവസ്ഥ എന്തായിരുന്നു? ക്രൂരമായ പീഡനമാണ്, അതിക്രൂരമായ പീഡനമാണ്. 20-22 മണിക്കൂർ ഒരു ദിവസം ഒരടിമ പണിയെടുത്തു എന്നുള്ളതാണ് തന്റെ യജമാനന്. യജമാനൻ അടിമയെ കൊന്നാൽ ഒരു കുറ്റമില്ല, ആരും ചോദിക്കൂല. അടിമ എന്ന് പറഞ്ഞാൽ യജമാനന്റെ കയ്യിലുള്ള ഒരു വസ്തു മാത്രമാണ്. അയാളെ യജമാനുണ്ടെങ്കിൽ തല്ലാം, കൊല്ലാം, വിൽക്കാം, എന്തും ചെയ്യാം. അയാൾക്ക് ചോദിക്കാനോ പറയാനോ ആരുമില്ല, ഒരു തരത്തിൽ അവകാശവും ഇല്ല. അയാൾക്ക് വിദ്യാഭ്യാസം നേടാൻ പാടില്ല. അടിമകൾ വിദ്യാഭ്യാസം നേടാൻ തുനിഞ്ഞാൽ അവരെ കത്തിച്ചു കൊള്ളുമായിരുന്നു ഫ്രഞ്ച് കോളനികളിൽ, ചുട്ടുകരിച്ചു കൊല്ലുമായിരുന്നു ഫ്രഞ്ച് കോളനികളിൽ. അതുപോലെ തന്നെ അവർക്ക് വിവാഹബന്ധം പാടില്ല. വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു അടിമയെ കുറിച്ച് അറിഞ്ഞാൽ അയാളെ തൂക്കിലേറ്റാൻ തയ്യാറാകുമായിരുന്നു ഗവൺമെന്റുകൾ. ഇനി തന്റെ ഏതെങ്കിലും 2 അടിമകൾ തമ്മിൽ ദാമ്പത്യ ബന്ധത്തിന് ഒരു യജമാനൻ സമ്മതിച്ചു എന്ന് കൂട്ട, അവരെങ്ങനെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ തുടങ്ങിയാൽ അവരെ വിൽക്കാൻ അടിമച്ചന്തകളിൽ കൊണ്ടുപോകുമ്പോ അവരെ ഒരുമിച്ചൊന്നല്ല വിൽക്കുക. ഭാര്യയെ ചിലപ്പോ വേറൊരാൾ വാങ്ങിക്കൊണ്ടുപോകും, ഭർത്താവിനെ ചിലപ്പോ വേറൊരാൾ വാങ്ങിക്കൊണ്ടുപോകും. ആ സമയം അടിമച്ചന്തകളിൽ സ്ഥിരമായുള്ള കാഴ്ച എന്താണെന്നറിയോ? തന്നെ വാങ്ങിച്ച യജമാനന്റെ കാല് പിടിച്ചുകൊണ്ട് തന്റെ ഭാര്യയെ കൂടി വാങ്ങിക്കാൻ കേണുകരയുന്ന കറുത്ത നീഗ്രോ വംശക്കാരായ അടിമകളുടെ ചിത്രം അത്തരത്തിലുള്ള അടിമച്ചന്തകളിൽ എന്നും സ്ഥിരമായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ അടിമ ദമ്പതികൾക്കുണ്ടാകുന്ന മക്കൾ, ആ മക്കളുടെ അവസ്ഥ എന്താണ്? അവരും അടിമകളാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരു അടിമ സ്ത്രീയിൽ യജമാനന് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾ സ്വതന്ത്രരാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അടിമ സ്ത്രീയിൽ കുട്ടിയുണ്ടായി കഴിഞ്ഞാൽ അവരും അടിമകളാണ്. ആ ആൺകുട്ടികളെ പിടിച്ചു പറിച്ച്, മാതാപിതാക്കളുടെ അടുത്ത് പിടിച്ചു പറിച്ച് അടിമച്ചന്തകളിൽ കൊണ്ടുപോയി ക്രൂരമായി വിൽക്കും. രാവിലെ ജോലിക്ക് പോകുമ്പോ ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കിയ തന്റെ മക്കളെ വൈകുന്നേരമാകുമ്പോഴേക്ക് യജമാനൻ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവും. എന്തൊരു ദുരൂഹമായ, എന്തൊരു ദുരവസ്ഥയിലൂടെയായിരുന്നു അടിമകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. ഈ ചരിത്രങ്ങളെല്ലാം അറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ തന്റെ അനുയായികളോട് പറഞ്ഞ ഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം കഴിക്കാൻ അവർക്ക് അർഹതയുണ്ട്. നിങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് അർഹതയുണ്ട്. നിങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടാൻ അവർക്ക് അർഹതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ആഴവും അർത്ഥവും യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുക ഈ ചരിത്രമെല്ലാം പഠിക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി
സ്ത്രീകളിൽ നിങ്ങൾക്ക് അവകാശം മാത്രമല്ല പുരുഷന്മാരെ ബാധ്യതയുമുണ്ട് എന്ന് അറഫ മൈതാനിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് കേവലം ഒരു ദിവസത്തെ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല. പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ ഒരു പെണ്ണിനെ കൊണ്ട് മാത്രം അലങ്കരിക്കാൻ കഴിയുന്ന മാതൃത്വം എന്ന പദവി, ആ മാതൃത്വത്തിന്റെ കാലിന്റെ കീഴിലാണ്, തിർമിദി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്, മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ പാദസേവയിലൂടെ, മാതൃത്വത്തിന്റെ പാദസേവയിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് മുഅ്മിനുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ ഉടയാടകൾ നൽകി വാത്സല്യത്തോടെ ഒരാൾ വളർത്തിയാൽ അയാൾ സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാൾക്ക് 3 സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്ക് ഉടയാടകൾ നൽകി സ്നേഹത്തോടെ അവരുമായി വർത്തിച്ചാൽ അയാൾ സ്വർഗത്തിന് അർഹനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫാത്തിമത്തു ഖിത്അത്തു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണം എന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. ഏത് സമുദായത്തിന്റെ മുന്നിൽ അങ്ങാടിയിൽ ജോലി ചെയ്യുമ്പോൾ തനിക്കൊരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ടെന്ന വാർത്ത എത്തിയാൽ മുഖം ചുളിക്കുകയും തൂമ്പ വലിച്ചെറിയുകയും വീട്ടിൽ ഒളിച്ചിരിക്കുകയും അപമാനഭാരത്താൽ കരയുകയും ആ പെൺകുട്ടി നടക്കാനോ എഴയാനോ ആകുന്ന സമയം അതിനെ പിടിച്ചുകൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന കാബാലികരായ മനുഷ്യരോടാണ് അള്ളാന്റെ റസൂൽ പ്രഖ്യാപിച്ചത്, ഫാത്തിമത്തു ഖിത്അത്തു ഖൽബി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. സ്ത്രീത്വത്തെ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കൈപിടിച്ചുയർത്തിയ, അവർക്ക് അവകാശങ്ങളുണ്ട്, അവരുടെ വാക്കുകൾ കേൾക്കപ്പെടേണ്ടതുണ്ട്, അവരുടെ വർത്തമാനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആശയവും ആദർശവും ലോകത്തോട് തന്റെ 23 വർഷത്തെ പ്രബോധന കാലഘട്ടം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വസിയ്യത്തായി, വലിയ ഉപദേശമായി ജനങ്ങളോട് അത് പറയുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ നടന്ന വലിയ മറ്റൊരു പ്രഖ്യാപനം എന്താ അറിയോ? ലോകം 18-ാം നൂറ്റാണ്ട് വരെ സാക്ഷ്യം വഹിച്ച ഒരു വലിയ വൃത്തികേട്, അപ്പാർത്തൈഡ്, വർണ്ണവിവേചനം, എല്ലാവർക്കും അറിയാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ച് പറഞ്ഞു, കറുത്തവന് വെളുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല, അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു പ്രത്യേകതകളുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുമ്പോൾ ഈ അടുത്ത കാലം വരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പല ഹോട്ടലുകൾക്ക് പുറത്തും എഴുതി വെച്ചിരുന്നു, നോ എൻട്രി ഫോർ ഡോഗ്സ് ആൻഡ് ബ്ലാക്സ്, പട്ടികൾക്കും കറുത്തവർക്കും പ്രവേശനമില്ല, പട്ടികൾക്കും കറുത്തവർക്കും പ്രവേശനമില്ല. മൃഗങ്ങളുടെ വില പോലും ഇല്ലാതെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനത, തൊലി കറുത്തുപോയി എന്ന പേര് ഒരൊറ്റ കാരണം കൊണ്ട് ജീവിതത്തിന്റെ ഒരു രംഗത്തും ശോഭിക്കാൻ കഴിയാതിരുന്ന ഒരു ജനത. ഞാനും നിങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഈ പറഞ്ഞ ബ്ലാക്സിൽ പെട്ടതാണ്. ഈ വെള്ളക്കാരുടെ റേസിസ്റ്റുകളുടെ ലിസ്റ്റിൽ ഈ പറയുന്ന കറുത്ത വർഗക്കാരിൽ പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വലിയ വിദ്യാഭ്യാസം നേടിയെന്നും വലിയ ആശയങ്ങളുടെ വക്താക്കളാണ് എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിൽ റേസിസം ഇന്നുമുണ്ട്. അത് പലപ്പോഴും മീഡിയകളിലൂടെ തികട്ടി പുറത്തേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം, പ്രിയപ്പെട്ടവരെ, പൂവിന് ചുറ്റും കരിവണ്ടിനെ പോലെ പ്രവാചകന്റെ ചുറ്റിലും സദാ സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാല് പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്നു. നിങ്ങൾക്കറിയോ, മക്ക വിജയമുണ്ടായപ്പോ അതിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത, കാബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സഹാബിയില്ല. കാരണം ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് തൗഹീദിന്റെ വിളംബരം നടക്കാൻ പോവാൻ പ്രവാചകന്റെ കണ്ണുകൾ പരതി. ആ കണ്ണുകൾ ഉടക്കി നിന്നത് ബിലാൽ എന്ന് പറയുന്ന കറുത്ത വംശക്കാരന്റെ നേർക്കാണ്. ബിലാൽ, കയറ്, ബാങ്ക് വിളിക്ക് എന്ന് പ്രവാചകൻ പറയുമ്പോഴുണ്ടല്ലോ, ഇന്ന് വരെ മക്കയിലുണ്ടായിരുന്ന സകല വർണ്ണ വിവേചനങ്ങളും തച്ചുടച്ച് തകർക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന സകല വർണ്ണ വിവേചകരുടെയും
കഴുത്തിന് കത്തിവെക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ. ആ ആദർശങ്ങളുടെ കഴുത്തറുത്ത് കളയുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ. പ്രവാചകൻ ബിലാലിനെ ചേർത്തു പിടിച്ചു. ബിലാലിന്റെ നിറം പ്രവാചകന് ഒരു പ്രശ്നമായിരുന്നില്ല, ബിലാലിന്റെ തറവാട് പ്രവാചകന് ഒരു പ്രശ്നമായിരുന്നില്ല. ഇതേ ബിലാലിന്റെ നാട്ടുകാരെ, നിഗ്രോ വംശജനായ അടിമയായ ബിലാലിന്റെ നാട്ടുകാരാണ് പിന്നീട് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും റഷ്യൻ ഫ്രഞ്ച് കോളനികളിൽ മനുഷ്യന്റെ വില പോലും നൽകപ്പെടാതെ ചങ്ങലകളിൽ വലിച്ചിഴക്കപ്പെട്ടത് ഇതേ ബിലാലിന്റെ നാട്ടുകാരാണ്. പക്ഷേ ഇസ്ലാമിന്റെ രാജ്യത്ത് അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ ബിലാൽ നേടിയെടുത്തത് എന്തെന്നില്ലാത്ത പ്രസ്റ്റേജാണ്, തുല്യതയില്ലാത്ത അന്തസ്സാണ് പ്രിയപ്പെട്ടവരെ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോ ബിലാൽ മദീനയിൽ നിന്ന് പോവാൻ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അല്ല ബിലാലെ, മദീനയിൽ നിന്ന് പോയ എന്താ ചെയ്യാ? നീ ഇസ്ലാമിന്റെ ആദ്യ അനുയായികളിൽപ്പെട്ട ആളല്ലേ, ഇനി ഈ ഭരണമൊക്കെ നടത്തേണ്ടത് നീയല്ലേ, ഈ ഭരണത്തിന്റെ കാര്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളല്ലേ? അവിടെ ബിലാല് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അമീറുൽ മുഅ്മിനീൻ, എന്നെ നിങ്ങൾ കാണുന്നത് ഒരു മുസ്ലിം ആയിട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം. അതല്ല, നിങ്ങൾ എന്നെ നിങ്ങളുടെ പണം കൊടുത്ത് മോചിപ്പിച്ചത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിന് ഒന്നും പറയണ്ടായിരുന്നില്ല, നീ പോയിക്കോ ബിലാൽ, ഞാൻ നിന്നെ തടയുന്നില്ല. അപ്പൊ ബിലാൽ അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കാൻ, എന്താണെന്നറിയോ? എന്റെ റസൂല് നടന്ന വഴികൾ, എന്റെ റസൂല് നമസ്കരിച്ച മിഹ്റാബും അവിടുന്ന് പ്രസംഗിച്ച മിമ്പറും, എന്റെ റസൂലിന്റെ പള്ളിയിലേക്കുള്ള വഴികൾ ഒന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. എനിക്ക് കഴിയുന്നില്ല. പ്രവാചകനില്ലാത്തൊരു മദീനയെ ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റണ്ടേ? ഞാൻ എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടും? എവിടെ എന്റെ റസൂൽ? കരഞ്ഞുകൊണ്ട് ബിലാൽ സിറിയയിലേക്ക് യാത്രയായി. ഒരു സാധാരണ പട്ടാരക്കാരനായി, ഒരു സാധാരണ സൈന്യമായി സിറിയയുടെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരനായിട്ടാണ് പിന്നീട് പ്രവാചകന്റെ അനുയായി ജീവിതം കഴിച്ചു കൂട്ടിയത്. ഉമറുല്ലാന്റെ കാലത്ത് ഉമറുല്ലാൻ സിറിയയിലേക്ക് വന്നപ്പോ ആളുകൾ ഉമറിന്റെ ചുറ്റിലും തടിച്ചുകൂടി. അവര് പറഞ്ഞു, ഉമറെ, ഒന്ന് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറയണം. കാരണം ബദറിലും ഉഹുദിലും ഖന്തക്കിലും ഖൈബറിലുമെല്ലാം നമുക്ക് ആവേശം പകർന്ന ബിലാലിന്റെ മധുര മനോഹരമായ ബാങ്കുലിനാദങ്ങൾ കേൾക്കാൻ ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറയണം. ഉമറുല്ലാൻ പറഞ്ഞു, ബിലാലെ, ഒന്ന് ബാങ്ക് വിളിച്ചു കൊടുക്ക്, ആളുകളൊക്കെ ഇത്ര പറയുന്നുണ്ടല്ലോ, ഒന്ന് ബാങ്ക് വിളിച്ചു കൊടുത്തൂടെ? ബിലാൽ, അമീറുൽ മുഅ്മിനീൻ, എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്, എനിക്കതിന് ചില തടസ്സങ്ങളുണ്ട്, അതിനെ നിങ്ങൾ നിർബന്ധിക്കരുത്. ഉമറുല്ലാനെ വിടാനുള്ള ഭാവമില്ല, എന്തായാലും ബാങ്ക് കൊടുത്തേ പറ്റുള്ളൂ. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഓർമ്മകൾ മുഴുവൻ അനുസ്മരിപ്പിക്കുമാറ് പ്രവാചകൻ ബിലാലിന്റെ ബാങ്കുലിനാദങ്ങൾ ഉയർന്നപ്പോ സിറിയയിൽ കരയാത്ത കണ്ണുകൾ ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ, കരയാത്തൊരു കണ്ണുകളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കരഞ്ഞു. അവസാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് തുടങ്ങുമ്പോ ബിലാലിന്റെ കണ്ടമിടറി, ശബ്ദം നിന്നു, ബിലാലിന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി, കാലുകൾ തളർന്നുപോയി, അവിടെ ബോധക്ഷയം സംഭവിച്ചു വീണു. അപ്പോഴാണ് ഉമറിന് മനസ്സിലായത് എന്തുകൊണ്ടാണ് ബിലാൽ താൻ ബാങ്ക് വിളിക്കില്ല എന്ന് പറഞ്ഞത്. മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കാൻ പോലും കഴിയാത്ത വിധം പ്രവാചകനുമായി ബിലാലിന്റെ ഹൃദയം ബന്ധപ്പെട്ട് കിടന്നിരുന്നു. നീഗ്രോ വംശജനായ ബിലാൽ, കറുത്തവനായ ബിലാൽ. പക്ഷെ ഇസ്ലാമിൽ കറുത്തവനായ ബിലാൽ എന്ന് പറയുമ്പോ അതൊരിക്കലും ഒരു മോശമോ അല്ലെങ്കിൽ അധിക്ഷേപമോ അല്ല, അഭിമാനമാണ്. ലോകത്തുള്ള എല്ലാ നീഗ്രോകൾക്കും അഭിമാനിക്കാൻ മാത്രം ഉള്ള വലിയ ഒരു വ്യക്തിത്വമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ബിലാലിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. ജുലൈബീബിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. അമ്മാറിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. ഖബ്ബാബിനെ ചേർത്ത് പിടിച്ചു. അശരണരായ, അരികവൽക്കരിക്കപ്പെട്ട, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവസാനം ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു, അടിമക്ക് ഉടമയേക്കാൾ പവിത്രതയില്ല, ഉടമക്ക് അടിമയെക്കാളും പവിത്രതയില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ പവിത്രതയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ പവിത്രതയില്ല, അറബിയും അനറബിയും ഒരുപോലെയാണ് എന്ന തുല്യതയില്ലാത്ത ഇക്വാലിറ്റിയുടെ, സമത്വത്തിന്റെ സമവാക്യം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു വെച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അറഫാ ദിനത്തിലെ റസൂലിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മനുഷ്യത്വത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.